ഇടുക്കി കാക്കത്തോട് വനം ഡിവിഷനിലെ തേക്ക് പ്ലാന്റേഷനിലേക്ക് കാട്ടുതീ കയറാതിരിക്കാനുള്ള ഫയർ ലൈൻ നിർമ്മാണത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജോലിയിൽ കൃത്രിമം കാണിച്ച് കരാറുകാർ പണം തട്ടുകയാണെന്നാണ് ആരോപണം. 27.52 കിലോമീറ്റർ ദൂരം ഫയർ ലൈൻ തെളിയിക്കാൻ 11.52 ലക്ഷം രൂപയ്ക്കാണ് വനംവകുപ്പ് ടെൻഡർ നൽകിയിട്ടുള്ളത്. വനാതിർത്തിയിൽ നിന്നുള്ള കാട്ടുതീ തടയാൻ പര്യാപ്തമായ രീതിയിലല്ല ഫയർ ലൈൻ തെളിച്ചിരിക്കുന്നത്. 5.2 മീറ്റർ വീതിയിൽ അടിക്കാട് വെട്ടിയ ശേഷം തൂമ്പ ഉപയോഗിച്ച് ചെത്തിയൊരുക്കണമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും ഇത് പാലിച്ചിട്ടില്ല. വാക്കത്തി ഉപയോഗിച്ച് കാട് വെട്ടിമാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച തേക്കുമരങ്ങൾ 2014 മുതൽക്കാണ് ലേലം ചെയ്ത് വെട്ടിമാറ്റിയത്. തുടർന്ന് അതേ വർഷം മുതൽ 5 ഘട്ടങ്ങളിലായി പുതിയ തേക്കുമരങ്ങൾ നട്ടു. ഈ പ്ലാന്റേഷനിലേക്ക് കാട്ടുതീ പടരാതിരിക്കാനാണ് 27.52 കിലോമീറ്റർ ദൂരം ഫയർ ലൈൻ തെളിക്കാൻ 11.52 ലക്ഷം രൂപയ്ക്ക് വനംവകുപ്പ് ടെൻഡർ നൽകിയത്. 1 കിലോമീറ്റർ ദൂരം ഫയർ ലൈൻ തെളിക്കാൻ 38,600 രൂപ ചിലവ് കണക്കാക്കി തിരുവനന്തപുരം സ്വദേശികളായ 2 പേരാണ് കരാറെടുത്തത്. എന്നാൽ പണിയിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ സർക്കാരിന് നഷ്ടമായെന്നാണ് പരാതി. ഈ വർക്കുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നത്. ഇതിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് ഈ സെക്ഷനിൽ 11,52,000 രൂപയാണ് ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അത് 27,000 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇതിൻ്റെ നീളം. അത് 5.2 മീറ്റർ വീതിക്ക് തന്നെ പിന്നെ കത്തിക്ക് വീശി തൂമ്പായ്ക്ക് ചെത്തി വൃത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെയൊന്നും ഈ 27,000 കിലോമീറ്റർ ചെയ്തിരിക്കുന്നതിൽ ഇവിടെയൊന്നും ഈ തൂമ്പായ്ക്ക് അവർ ചെത്തിയിട്ടില്ല, അങ്ങനെ വൃത്തിയായി തെളിച്ചിട്ടുമില്ല. ചുമ്മാ കത്തിക്ക് വീശി മാത്രം പോയിട്ടില്ല. ഇതിൻ്റെ കരാറുകാരനെ കൊണ്ട് ഇവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റും അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും നിന്നുകൊണ്ട് ഈ പണി വൃത്തിയായി ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെങ്കിൽ അവർ ഈ അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ട് ആണ് ഈ വർക്കുകളെല്ലാം വന്നിരിക്കുന്നത്. ഫയർ ലൈൻ തെളിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും മേൽനോട്ടവും ഉണ്ടായിരുന്നില്ലെന്നും പരാതിയുണ്ട്. 14.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതുവരെ തെളിച്ചിട്ടുള്ളത്. ഫയർ ലൈൻ തെളിക്കുന്നതിലെ ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, വനംവകുപ്പ് വിജിലൻസ് എന്നിവർക്ക് BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി TK ശിവദാസൻ, OBC മോർച്ച ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് TK രാജു, MS ബിജു എന്നിവർ പരാതി നൽകി. ജനം, ഇടുക്കി.